ചില മനുഷ്യരുണ്ട്, ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ കാലം ഒരു നിമിഷം നിശ്ചലമാവും. അവർ തൊടുത്തുവിടുന്ന വാക്കുകൾ വെറുമൊരു ശബ്ദമല്ല, മറിച്ച് ദശാബ്ദങ്ങൾക്കിപ്പുറവും നൊമ്പരമായും മധുരമായും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ഒരു നീറ്റലായി അനുഭവപ്പെടും. 20 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളമുണ്ടയിലെ ഒരു 10ാം ക്ലാസ് പഠന ക്യാമ്പിൻ്റെ അവസാന ദിവസം അധ്യാപകരുടെ ഉപദേശ പെരുമഴയ്ക്ക് ശേഷം എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മൈക്കിന് മുന്നിലേക്ക് വന്ന ആ വെളുത്തു മെലിഞ്ഞ മുയിച്ച കണ്ണുള്ള ഒരു പയ്യനെ ഇന്നും എൻ്റെ ഓർമ്മകളിൽ കൃത്യമായി പതിഞ്ഞു കിടപ്പുണ്ട്. സ്റ്റേജിൽ കയറി 4 ആളുടെ മുമ്പിൽ നാവ് വരണ്ടു പോകുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് മുമ്പിൽ ആ 10ാം ക്ലാസ്സുകാരൻ വാക്കുകളുടെ കെട്ടഴിക്കുകയായിരുന്നു. യുക്തിയും ചിന്തയും വികാരവും ചലിച്ചെടുത്ത അവൻ്റെ ആ വിമർശന ശരങ്ങൾ ഞങ്ങളെയും അധ്യാപകരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന ഒന്നായിട്ട് കണ്ടിട്ടുണ്ട്. പ്രസംഗം ഒരു വശീകരണ കലയാണെങ്കിൽ അത് ഇവൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് അന്നേ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഇഷ്ടം കണ്ട് സ്നേഹപൂർവ്വം നൽകിയ 5 കാരാപത്യത്തിൻ്റെ മധുരം ഇന്നും ഞങ്ങളുടെ സൗഹൃദ വലയത്തിലുണ്ട്. ആ 10ാം ക്ലാസ്സുകാരനെ ഇന്ന് ലോകം വിളിക്കുന്നത് ജുനൈദ് കൈപ്പാണി എന്നാണ്. ജുനൈദ് കൈപ്പാണി എന്ന പേര് കേവലം ഒരു ജനപ്രതിനിധിയുടേതല്ല, മറിച്ച് കേരളീയ പൊതുമണ്ഡലത്തിലെ വിവേകപൂർണമായ ഇടപെടലുകളുടെയും വികസന സങ്കല്പങ്ങളുടെയും നവീനമായ ഒരു അധ്യായമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളമുണ്ടയുടെ കളിമണ്ണിൽ നിന്ന് പോരാട്ട വീര്യത്തിൻ്റെയും അതിൻ്റെ നെഞ്ചുറപ്പോടുകൂടെ ഉയർന്നു വന്ന അവൻ്റെ ജീവിതം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അഗ്നിശുദ്ധിയിൽ വാർത്തെടുത്തതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രക്ഷോഭങ്ങളുടെ പോർക്കളങ്ങളിൽ നിന്ന് ആർജിച്ച ആ കരുത്താണ് കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വയനാടിൻ്റെ അഭിമാനമുയർത്തിയ വൈസ് ചെയർമാനായിട്ടൊക്കെ അദ്ദേഹം നിയമിതനായത്. അധികാരത്തെ അല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവകാശങ്ങളെയാണ് പ്രണയിക്കേണ്ടതെന്ന സോഷ്യലിസ്റ്റ് പാഠം അന്നു മുതൽക്കേ ജുനൈദിൻ്റെ രാഷ്ട്രീയ വഴികാട്ടിയായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് അറിവിനെ അധികാരത്തിൻ്റെ കരുത്താക്കി മാറ്റിയ ഒരാളായിട്ട് അവനെ കരുത്തായി ഉള്ള ഒരാളാക്കിയിട്ട് മാറ്റുകയായിരുന്നു. കൊമേഴ്സിലും സൈക്കോളജിയിലും ബിരുദാനന്തര ബിരുദങ്ങളും BEd മുതലുള്ള മറ്റ് ഡിഗ്രികളും ഡിപ്ലോമകളും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രത്യേക വൈദഗ്ധ്യവും ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവൻ പഠനം നിർത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴിതാ നീതിയുടെ വഴികൾ തേടി അവൻ തൻ്റെ പോക്കറ്റിൽ LLB എന്ന പുതിയ കരുത്തും നിയമബിരുദവും ചേർത്ത് വെച്ചിട്ടുണ്ട്. യഥാർത്ഥ നേതൃത്വത്തെക്കുറിച്ച് എന്നെ ഏറ്റവും സ്വാധീനിച്ച വരികളിൽ ജുനൈദിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് true leadership is the art of bridging the gap between the pupils' needs and their dreams through empathy and intellect and action എന്നുള്ള വരികളാണ്. യഥാർത്ഥ നേതൃത്വം എന്നത് കരുണയും അറിവ് പ്രവൃത്തി എന്നിവയിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ സ്വപ്നങ്ങളും തമ്മിലുള്ള അകലങ്ങൾ ഇല്ലാതാക്കുന്ന കലയാണ് നേതൃത്വം എന്നുള്ള ആ വരികളുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന 2 വലിയ സത്യങ്ങളുണ്ട്. ആദ്യത്തെ ഒന്ന് കഴിഞ്ഞ വെക്കേഷനിലാണ്. ചികിത്സയിൽ കഴിയുന്ന ഒരാളെ സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് ഞാൻ ജുനൈദിനെ യാദൃശ്ചികമായിട്ട് കാണുന്നത്. സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ വന്ന കാര്യം പറഞ്ഞു. സത്യത്തിൽ ഞാനൊരു സഹായവും അവനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ജുനൈദ് ആ രോഗിയുടെ നമ്പർ ചോദിച്ച് വാങ്ങുന്നു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നു. ഞാൻ ജുനൈദ് കൈപ്പാണിയാണ്, എന്താവശ്യമുണ്ടെങ്കിലും കൂടെയുണ്ട്, ഇത് എൻ്റെ കോണ്ടാക്ട് നമ്പറാണ്, ഇത് സേവ് ചെയ്ത് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അപ്പോൾ ആ വാക്ക് നൽകുന്ന ആശ്വാസം അവർക്ക് എത്ര വലുതാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അധികാരം എന്നത് മറ്റുള്ളവർക്ക് മേൽ പ്രയോഗിക്കാനുള്ള ഒരു സാധനമല്ല, മറിച്ച് പാവപ്പെട്ടവർക്ക് താങ്ങായി നിൽക്കാനുള്ളതാണെന്ന ഒരു വലിയ ബോധം ഞാൻ അവിടെ അവനിൽ നിന്നാണ് കാണുന്നത്. രണ്ടാമത്തേത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വലിയ മനസ്സിൻ്റെതാണ്. എൻ്റെ നാട്ടിലെ ജുനൈദിൻ്റെ രാഷ്ട്രീയ എതിർപക്ഷത്തുള്ള ഒരാൾ വികാരാധീതനായിട്ട് എന്നോട് പറഞ്ഞ അയാളുടെ അനുഭവമാണ്. തൻ്റെ മകൻ്റെ അഡ്മിഷൻ കാര്യത്തിന് ജുനൈദിനെ വിളിക്കാൻ രാഷ്ട്രീയമായ ചില മടികളുണ്ടായിരുന്നു ആ പിതാവിന്. എന്നാൽ വിവരം അറിഞ്ഞ ജുനൈദ് ആ പിതാവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും
സഹായിക്കാനായിട്ട് 2-3 തവണയാണ് ആ പിതാവിൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടത് എന്ന് ആ പിതാവ് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നെ വിളിക്കാത്തവരെ പോലും ഇങ്ങോട്ട് വിളിച്ച് സഹായിക്കുക എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് അതൊരു സംസ്കാരമാണ്. ശത്രുപക്ഷത്തുള്ളവൻ്റെ വേദനയിലും അവനെ കൈപിടിച്ച് കൂടെ നടത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ നായകൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേവലം വൈകാരികമായ ഇടപെടലുകൾ മാത്രമല്ല, വികേന്ദ്രീകരണാസൂത്രണത്തിൻ്റെ സങ്കീർണതകളെ ദൈക്ഷണികമായ ലാളിത്യത്തോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു അക്കാഡമിഷ്യൻ കൂടിയാണ് ജുനൈദ്. വികേന്ദ്രീക ആസൂത്രണം, ചിന്തയും പ്രയോഗവും ഉൾപ്പെടെയുള്ള അവൻ്റെ കൃതികൾ വികസന വിജ്ഞാനത്തിലെ ഒരു അമൂല്യ രേഖകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആര് നേരിട്ട് വിളിച്ചാലും അല്ലെങ്കിലും ജുനൈദ് തിരക്കിലാണെങ്കിൽ തിരിച്ച് വിളിച്ചിരിക്കും. അതിരാവിലെ വരുന്ന ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജിന് പോലും മറുപടി നൽകുന്ന ആ ശീലം അദ്ദേഹം ജനങ്ങളോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രം എന്നത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പലാണ് എന്ന ഗാന്ധിയൻ സദസ്സിലെ ആപ്തവാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനം ഉണ്ടെന്ന് ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. സത്യമാണ് അത്. രാഷ്ട്രീയ പകപോക്കലുകളുടെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ പ്രതിപക്ഷ ബഹുമാനവും പക്വതയാർന്ന പെരുമാറ്റവും മുറുകെ പിടിക്കുന്ന അവൻ്റെ ശൈലി എല്ലാവർക്കും അംഗീകൃതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പരിസ്ഥിതി സംരക്ഷണം ഒരു കേവല മുദ്രാവാക്യമല്ലെന്ന് വിശ്വസിച്ച് സ്റ്റാൻഡ് വിത്ത് നേച്ചർ പോലുള്ള ക്യാമ്പയിനുകളിലൂടെ പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന അവൻ നാടിൻ്റെ ശബ്ദമാവാൻ ഏതർത്ഥത്തിലും യോഗ്യനാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അവൻ ഇനിയും ഒരു ജനസാരഥിയായി, സാധാരണക്കാരൻ്റെ ശബ്ദമായി ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേവലം വാക്കുകൊണ്ട് വിസ്മയിപ്പിക്കുന്നവരേക്കാൾ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് കീഴടക്കുന്നവരെയാണ്, മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുന്നവരെയാണ് ഈ കാലത്തിന് ഏറ്റവും വലിയ ആവശ്യമെന്ന് തോന്നുന്നു. പദവികളുടെ ആർഭാടങ്ങളെക്കാൾ പാവപ്പെട്ടവൻ്റെ ആവലാതികൾക്ക് വില കൽപ്പിക്കുന്ന അവനെപ്പോലുള്ള ആളുകൾ നിയമനിർമ്മാണ സഭയിലിരിക്കുന്നത് തന്നെ നാടിൻ്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. വാഗ്ദാനങ്ങളുടെ അതിശയോക്തിയല്ല, മറിച്ച് പ്രയോഗപദത്തിലെ അചഞ്ചലമായ നിശ്ചയദാർഢ്യമാണ് അവൻ്റെ അതുപോലെയുള്ള കാര്യങ്ങൾ. പ്രിയപ്പെട്ട ജുനൈദ്, ഈ പുതിയ നിയമവിരുദ്ധത്തിന് ആ പഴയ 5 കാരാപ്പത്തിൻ്റെ മധുരമുള്ള 1000 ആശംസകൾ നേരുന്നുണ്ട്. നന്മയുടെ രാഷ്ട്രീയത്തിന്, നവകേരള നിർമ്മിതിക്ക്, മാനവികതയുടെ മഹത്തായ വസന്തത്തിന്, മാറ്റത്തിൻ്റെ ഈ തെളിഞ്ഞ വഴിത്താരയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ പിന്തുണയുണ്ട്. നിർത്തട്ടെ.